റവന്യൂ പുറമ്പോക്കിൽ അനധികൃതമായി നിർമ്മിച്ച ഷെഡ് പഞ്ചായത്ത് പൊളിച്ചു നീക്കി. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്താണ് ഭരണിക്കാവ് ടൗണിൽ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ ഷെഡ് പൊളിച്ചു നീക്കിയത്. ലഹരി കച്ചവടവും അനാശാസ്യവും നടക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു നടപടി. ഭരണിക്കാവ് ടൗണിൽ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തുള്ള ഷെഡാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കിയത്. കച്ചവടത്തിന്റെ മറവിൽ മയക്കുമരുന്നും അനാശാസ്യ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നതായി പ്രദേശവാസികൾ ആരോപിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് അധികൃതർക്കും പോലീസിലും സമീപവാസികൾ പരാതി നൽകി. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും അനാശാസ്യം നടക്കുന്നതായി നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെയും പോലീസിനെയും അറിയിച്ചത്. നമുക്ക് കുറച്ചു കാലം കൊണ്ട് ഇവിടെ ഒരു ചെറിയ കച്ചവട സ്ഥാപനമായിരുന്നു. ആ കച്ചവട സ്ഥാപനത്തിൻ്റെ മറവിൽ മയക്കുമരുന്നും കഞ്ചാവും വ്യഭിചാരവും നടന്നുകൊണ്ടൊരു സ്ഥാപനമാണ്. കുറച്ച് നാൾ കൊണ്ട് ഈ നാട്ടുകാരുടെ പരാതിയുടെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. ഇന്നെന്തായാലും കൈയോടെ ഞാൻ പോലീസിനെ വിളിപ്പിച്ച് 2 ആണിനെയും പെണ്ണിനെയും അതിനകത്ത് പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ പോലീസ് തന്നെ പഞ്ചായത്തിന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പൊളിച്ചു കളയാൻ പറഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മൾ JCB വിളിച്ച് പൊളിക്കാൻ. തുടർന്ന് സ്ഥലത്തെത്തിയ ഗ്രാമപഞ്ചായത്ത് മുന്നംഗം ബാഹുലേന്റെ നേതൃത്വത്തിൽ 2 പേരെ പോലീസ് പിടികൂടി. ശാസ്താംകോട്ട പോലീസിന് പരാതി നൽകിയ ശേഷം ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനപ്രകാരം JCB എത്തിച്ച് അനധികൃത ഷെഡ് പൊളിച്ചു നീക്കി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.